ഹലോ, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ 23ാമത്തെ ദിവസമാണ്. ഇനി ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തെ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയാണ്. അത് എൻഡ് ചെയ്യാൻ പോകുന്നതെന്നല്ല, പക്ഷേ ഒരു മാസം ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഞാൻ കൗണ്ട് ചെയ്ത് എൻ്റെ വെയിറ്റ് കറക്റ്റ് ഞാൻ മെഷർ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ള വെയിറ്റ് ലോസ് ഭയങ്കര കുറവാണ് കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നു, ഞാൻ മാസത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഡെയിലി വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യാത്ത ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെയിറ്റ് ലോസ് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ആണ്. ഉറപ്പായിട്ടും ഞാൻ എത്രയാണോ കുറയ്ക്കുന്നത് അത് തൊട്ട് മീൻസ് എൻ്റെ 76 തൊട്ട് ആ കുറയ്ക്കുന്ന വരെയുള്ള ജേർണി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് ഉറപ്പായിട്ട് ചെയ്യും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെപ്പോലുള്ള ഒരാളാണോ ഞാൻ, അതേ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണോ ഞാനെന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ ഒരു ജേർണി ഇടാം. ആദ്യം എന്താണ് നമ്മൾ ആ ഒരു എൻ്റെ ആ ഒരു ടാർഗറ്റിൽ ഞാൻ എത്തിക്കഴിഞ്ഞിട്ടേ ഞാൻ അത് നിങ്ങളോട് പറയുള്ളൂ. കാര്യം ഇൻ കേസ് എത്താൻ പറ്റിയില്ലെങ്കിലെന്നല്ല, എങ്കിലും എനിക്കത് എത്തിയതിന് ശേഷം നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും എങ്ങനെ നിങ്ങളുടെ വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നു, എല്ലാവരും നന്നായിട്ട് കൊണ്ടുപോകുന്നു, മൈൻഡൊക്കെ എല്ലാവരും ഓക്കെ ആയോ? ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ എനിക്ക് ഒരാൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം മിക്കുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം, വാട്ടെവർ വെയിറ്റ് ഇഷ്യൂ റിലേറ്റഡ് അല്ല, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക. പിന്നെ ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചി വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊരു ഡ്രിങ്കാണ്. 2 ദിവസം എനിക്ക് ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. എന്ത് റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ പറയണമെങ്കിൽ എനിക്കിത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ എനിക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ആ ഒരു ഡ്രിങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, ഒരു മണം, നമുക്കൊരു പോസിറ്റിവിറ്റി ആ ഒരു വെള്ളത്തിൽ നിന്നുണ്ട് കേട്ടോ. നമ്മൾ പറയില്ല, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് തരും. അത് നമ്മളൊരു ചാലഞ്ചിലോ നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാം. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തെ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജിയൊക്കെ കുറേ നാളത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക. കുറേ നാളത്തേക്ക് എന്നല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറേ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അവരുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെയിറ്റ് ലോസ് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക, നമ്മൾ എത്ര പോസിറ്റീവായാലും ഈ നെഗറ്റീവ് കേൾക്കാൻ നമ്മളൊന്ന് ചിന്തിക്കും, അയ്യോ ആണോ, അങ്ങനെ വരൂ, അങ്ങനെ ചെയ്യൂ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കും. എന്തിനാണ് വെറുതെ? അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവരെ ഒന്ന് മാറ്റി വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സാധനം അച്ചീവ് ചെയ്യുന്നവരേക്ക് മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുക. അല്ലാണ്ട് ആ നെഗറ്റീവ് എനർജീനെ മാക്സിമം എടുത്തങ്ങ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അവരൊന്നും നമുക്ക് വേണ്ട. നെഗറ്റീവ് എനർജി, ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് എനർജി നമുക്ക് വേണ്ട. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ, നെഗറ്റീവ് എനർജീനെ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ്. അത് നമുക്ക് ഈ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാക്കി എല്ലാവരും അവരുടെ മൂഡ് അനുസരിച്ചായിരിക്കും അവരുടെ പെരുമാറ്റം വരുന്നത്. നമുക്ക് അതെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിരിക്കും. കാര്യം ഇവർ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, ഇവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെട്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ സൈഡിൽ കൂടെ എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിലോട് നമ്മൾ ആ ഒരു അച്ചീവ്മെന്റിലോട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാര്യം നമ്മൾ ഇമോഷണലി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും, അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഇവരെന്ന് ശരിയാവും, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളെ എന്ന് ശരിയാവും അന്ന് മാത്രം നമ്മുടെ മനസ്സ് ഓക്കെ ആവുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പറയുന്ന ഒന്നും ഒരു ഉപദേശമായി പോകുന്നുണ്ട്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എന്തോ എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഈ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആള് അവരുടെ ഡെയിലി റൊട്ടീൻ അവർ ചെയ്യുന്നുണ്ട്, അവർ ജോലിക്ക് പോകുന്നുണ്ട്, അവരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് നമ്മളാണ് നമ്മുടെ ഇമോഷണലി മീൻസ് നമ്മുടെ ഇമോഷൻസ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അവർ ഒരിക്കലും നമ്മുടേതല്ല ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മൂവ് ഓൺ ആവാൻ പറ്റുന്നത്, നമുക്കത് മൂവ് ഓൺ ആവാൻ പറ്റാത്തത്. അതാദ്യം മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പഴയ അങ്ങ് പതിക്കെ മാറുക.
അവർ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ അച്ചീവ്മെന്റ് നമ്മൾ തിരിച്ചു പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും വരുന്നതല്ല. ഇന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ ഇന്നത്തെ ദിവസം എനിക്ക് ഓക്കെ ആവണം എന്നുണ്ട്. ചിലപ്പോൾ നാളെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസവും പോയി, നാളത്തെ ദിവസവും പോയി. ഇതേപോലെ കുറെ ദിവസം അങ്ങനെ ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതാണ്, ഓപ്പർച്യൂണിറ്റി എന്നും വരില്ല, ദിവസങ്ങൾ എന്നും നല്ലതുപോലെയും വരില്ല. ഓക്കെ ആ നല്ല ദിവസത്തിനെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ അത് കൊണ്ടുപോവുക. ബാക്കി നടക്കുന്ന പ്രശ്നമൊക്കെ അങ്ങ് നടക്കും. ഈ ഒരു സൈഡിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് പിന്നെ ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരും. ഈ പോയ ദിവസങ്ങൾ നമുക്കേ പോയിട്ടുള്ളൂ, വേറെ ആർക്കും പോയിട്ടില്ല. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഞാൻ ലേഡീസിൻ്റെ അടുത്താണ് പറയുന്നത്. കൂടുതലും ലേഡീസാണ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ളവർ. കാര്യം ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ളവരാണ്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്നെല്ലാം പറയും. നമ്മൾ എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാ കാര്യവും ചെയ്യാനും നമ്മളെപ്പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർ അല്ല എന്ന് പറയും. പക്ഷെ ഇമോഷണലി നമ്മൾ കുറേ വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. പോകെ അതൊക്കെ ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഉപദേശമായി പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എനിക്കിത് ചിലപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ കുറേ പേർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്ന. ആവശ്യമില്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കളയരുത്. നമ്മളെ സമയം നമുക്കുള്ളതാണ്. ആ ഒരു സമയം നമുക്ക് നാളെ ഇനി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. ഇന്നൊരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ഇവരുടെ കാര്യം ആലോചിച്ചിരുന്നിട്ട് ഇന്ന് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്, നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തെ കാണാം. ബൈ. ഹലോ, എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് സെയിം വാട്ടർ വെച്ചിട്ടാണേ. അപ്പോൾ ഇത് നമ്മളെ ഇഞ്ചിയും ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ 1 വീക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ പറയാം. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ. ഹലോ, എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെടുത്തേക്കുന്നത് ചോറ്, രസം, അച്ചാർ, മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ലഞ്ച് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എപ്പോൾ കാണാം? സ്നാക്ക് ടൈമിൽ കാണാം. അതുവരേക്കും ബൈ. ഹലോ, എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഇഞ്ചി വെള്ളം തന്നെയാണ്, സെയിം തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൽ കാഷ്യൂസ് ഉണ്ട്, പിന്നെ ആൽമണ്ട് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ സ്നാക്കിന് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ. ഹലോ, ഇന്നെൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഓറഞ്ച് വെച്ചിട്ടാണേ. ഇനി നമുക്ക് നാളെ 24ാമത്തെ ദിവസം കാണാം. ബൈ.